ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് പഴംപൊരി ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ്. സോ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പം ഞാൻ ഈ ഒരു സ്പൂണാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു പാത്രം, ഇതാണ് ഞാൻ ഇനി മേക്ക് ചെയ്യാൻ പോകുന്നത്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു ഗ്ലാസ് മൈദയാണ് വേണ്ടത്. എടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ് 1 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾ. ഇത് നമ്മൾ ഇളക്കണം, മിക്സ് ചെയ്യണം. ഞാനാണ് ഈ സ്പൂൺ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു നുള്ളു ഉപ്പ്, ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഓവറായിട്ട് മഞ്ഞ കളർ വേണമെങ്കിൽ ഒന്നുകിൽ ഫുഡ് കളർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മഞ്ഞൾ യൂസ് ചെയ്യാം. മഞ്ഞൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മഞ്ഞ കളർ വേണമെങ്കിൽ കുറച്ചും കൂടി മഞ്ഞ കളർ ആഡ് ചെയ്യുന്നതാണ് മഞ്ഞൾ. സോ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാകുമ്പം ബീറ്റിൽ നിർത്തുക. ദെൻ നമ്മൾ കുറച്ചേരം വെക്കണം. ആ വെക്കുന്നതിൻ്റെ മുമ്പേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് അടിച്ചിടണം, എന്നാലേ ആ ഫ്ലഫിനെസ് കിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല സോഫ്റ്റ് പോലെല്ലാം കിട്ടുള്ളൂ. അധികം ആരും പറയൂല, ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഒന്നിക്കൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ നല്ലോണം ഒന്ന് ഇങ്ങനെ കുഴഞ്ഞിട്ടൊരു 10 മിനിറ്റാണ് ചെയ്ത് കൊടുക്കണം. എന്നിട്ടൊരു 5 മിനിറ്റ് എടുത്ത് കുറച്ച് നേരം ഒന്ന് വെക്കുക. ഞാനിപ്പോൾ അധികം നേരം ഒന്നും വെക്കുന്നില്ല, ഒരു 5 മിനിറ്റ് വെക്കും. ഈ ഒരു സൈസ് പഴമാണ് എടുക്കേണ്ടത്. കട്ട് ചെയ്യുകയാണ്. ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്യാൻ. ഞാനിപ്പോൾ ഇങ്ങനൊരു സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ചെറുതാക്കിയിട്ടല്ല, കുറച്ച് ലോങ് ആയിട്ട് തന്നെയാണ് മുറിച്ചിട്ടില്ലേ. അതായത് ഒരു തട്ടുകട സ്റ്റൈലിൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു ഷേപ്പിൽ മുറിച്ചെടുത്തത്, കുറച്ച് നീളത്തിൽ. അപ്പം ഞാനിപ്പം എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് അങ്ങ് പൊരിക്കുകയോ വേണ്ടു പഴംപൊരി. സോ ഇവിടെ പഴം കട്ട് ചെയ്തിട്ടുണ്ട്. Then batter also ready. നല്ല അധികം ലൂസാകാൻ പാടില്ല. പിന്നെ ഇത് നല്ലോണം അടിക്കണം, അല്ലെങ്കിൽ അധികം പഫായിട്ടൊന്നും കിട്ടൂല, ക്രിസ്പി ആയിട്ടൊന്നും. അതൊരു ഹാക്കാണ് സത്യം പറഞ്ഞാൽ. നല്ലോണം ബീറ്റ് ചെയ്യണം നമ്മൾ ഈ ഒരു ബാറ്റർ, എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അത് വളരെ സത്യമാണ്. അല്ലെങ്കിൽ അറിയാലോ, പൊട്ടി പോകും. സോ ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ചൂടാക്കാൻ വെച്ചിട്ടാണ് ഉള്ളത്. സൺഫ്ലവർ ഓയിലാണിത്. നിങ്ങൾക്ക് വേണ്ടത്ര വെളിച്ചെണ്ണ നിങ്ങൾ ഒഴിക്കുക. ഗൈസ്, ഫൈനലി പഴംപൊരി ഉണ്ടാക്കിയിരിക്കുന്നു. സോ നിങ്ങൾ വിചാരിക്കും ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് പഴംപൊരി ഉണ്ടാക്കുന്നതെന്നോ. ഒരു 5-6 തവണ ഞാൻ ഉണ്ടാക്കിയതാണ് ഓൾറെഡി, ചെറുതിലെല്ലാം. അന്നേരമൊന്നും ഈ ഒരു ടൈപ്പൊന്നും ആയിട്ട് വരില്ല. മാവ് അവിടെ ചിലപ്പം പോയിട്ടുണ്ടാവും, ചിലപ്പോൾ ഇത് പൊടിഞ്ഞു പോയിട്ടുണ്ടാവും. ലാസ്റ്റ് ഇത് ഒരു ടൈമായതും ശരിയായി. ഉണ്ടാക്കി ശരിയായി. സോ എല്ലാവരും ഉണ്ടാക്കിയിട്ടല്ലേ പഠിക്കുക. സോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഓക്കെ, അപ്പം ഇതുപോലെ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനേ എന്തിലെന്ന്. ഇപ്പോൾ ചൂടാണ്, അതാ ഞാൻ കഴിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാത്ത. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്ക് തിന്നിട്ട് കാണിച്ചു തരാം. ഭയങ്കര ചൂടാണ്. ഓക്കെ, അതുകൊണ്ടാണ്. ഇത് സോഫ്റ്റാണ് സാധനം, ഭയങ്കര ചൂടുമുണ്ട്. ഇത് സോഫ്റ്റാണ്.
എല്ലാം കറക്റ്റാണ്. അയ്യോ പിങ്ങോ അഞ്ചേപ്പാ ഇങ്ങോ കഴിച്ചോക്ക്. വീടെടുക്കാം. ഞാൻ പറഞ്ഞു തുമ്മിട്ട് തിന്ന്. കൊള്ളാം. തെറ്റി. അപ്പം ഗൈസ് എല്ലാവരും തിന്നുക ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പൈസ പീടികയിൽ നിന്ന് വാങ്ങിക്കാണ്ട് കഴിക്കാം. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം അടുത്ത വീഡിയോയുമായി ബൈ ദെൻ.